ഹായ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൊത്തമായി ഒരു ചെമ്പ് കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു മരത്തിൻ്റെ വീഡിയോ കാണാം. ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. കാരണം അതിൻ്റെ സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ടും അതുപോലെ വലിയൊരു ധാരണയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഒരു വർഷത്തിൻ്റെ മുകളിലായി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില്ലകളൊക്കെ വെൽഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ചെമ്പ് കമ്പി ചുറ്റണം. അതിന് ശേഷം പിന്നെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഈ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഘട്ടങ്ങളും ഓരോരോ മാസം ഗ്യാപ്പ് ഉണ്ടാവും. ഇത് കുറേ ടൈം പിടിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണാം. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് അതിൻ്റെ കൊമ്പുകളാണ്. കൊമ്പുകളിൽ ഫുള്ളായിട്ട് അലൂമിനിയത്തിൻ്റെ കമ്പി ചുറ്റണം. അങ്ങനെ ഇരുന്ന് ചുറ്റി കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ സെറ്റായി 3 ഉണ്ടായത് മെയിനായിട്ട്. അപ്പോൾ 3 ചുറ്റി. പിന്നെ അതേപോലെ അതിൻ്റെ എൻ്റെയിലേക്ക് ഇനി ബാക്കിയുള്ളത് ചില്ലകളൊക്കെ വരണമല്ലോ. അത് ചെമ്പ് കമ്പി ആക്കാനുള്ള പ്ലാനാണ്. ചെമ്പ് കമ്പി കൊണ്ട് അതാകുമ്പോഴല്ലേ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ഇതെല്ലാം ചില്ലകളായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വേറെ ടൈപ്പിലും ചെയ്യാം. കാരണം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ ചൈനക്കാരൊക്കെ വീഡിയോ ഉണ്ടല്ലോ, മരം ഫുൾ ചെമ്പ് കമ്പി ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ ഇത് ഒരു പള്ളിയിൽ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരമാണ്. അപ്പോൾ ഫുള്ളായിട്ട് ചെമ്പ് കമ്പി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉറപ്പുണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ ചെമ്പ് കമ്പി ഡൗൺ ആയെടുക്കും. ഈ കൊമ്പൊക്കെ ഡൗൺ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് വന്നത്. ഇതിൻ്റെ എല്ലാ കൊമ്പുകളിലും ഓരോ മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. മരത്തിൻ്റെ കൊമ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ചില്ലകളുണ്ടാക്കി അത് കഴിഞ്ഞ് ഇനി ഇതിന് നമുക്ക് ഇലകൾ ഉണ്ടാക്കണം. ഇതന്നെ കുറച്ച് സമയം എടുത്തുള്ളൊരു വർക്കാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വർക്ക് തീരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3-4 മാസം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നാട് വിട്ട് വർക്കിനൊക്കെ പോയി അതിന് ശേഷമാണ് പിന്നെയാണ് ഇത് തുടങ്ങണത്. ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു ആർട്ട് വർക്ക് ചെയ്തില്ല. ഇതിലവിടെ കുടുങ്ങിപ്പോയി നമ്മൾ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വീണ്ടും എത്തി. അതിന് ശേഷം പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇവനാണ് ഹെൽപ്പർ മാത്രമല്ല എൻ്റെ അടിമയാണ്. രാവിലെ എന്നെ വിളിക്കാൻ വരും, കേട്ടാ പണിയിടങ്ങില്ല എന്നൊക്കെ ഇവനാണ് എന്നെ കൊണ്ടു നടക്കണ കാര്യം തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ മരം വെക്കാൻ ഒരു സ്റ്റാൻഡ് വേണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു കരിങ്കല്ല് കിട്ടി. അപ്പോൾ അതിൽ കരിങ്കല്ല് ഇങ്ങനെ സ്റ്റാൻഡാക്കിയിട്ട് നിർത്തിയിട്ട് അതിന് താഴത്തേക്ക് ചങ്ങല കാണുമ്പോൾ നമുക്ക് കരിങ്കല്ല് എയറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഇട്ട മാതിരി തോന്നും. ആ രീതിയിലായിരുന്നു ആദ്യം ഉണ്ടാക്കാൻ കണ്ടിരുന്നത്. പിന്നെ വെയിറ്റ് ഓവറായതുകൊണ്ട് പിന്നെ താഴത്തു കൂടി ഒരു റൗണ്ടിലൊരു ചങ്ങല കൊടുക്കേണ്ടി വന്നു. ഇനി നമുക്ക് അതിൻ്റെ ഇലകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇലകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ചാൽ ഇതുപോലെ ചെമ്പ് കമ്പി നമ്മുടെ പെന്നിൻ്റെ ഇത് ട്യൂബിൽ ഇങ്ങനെ ചുറ്റി ഒരു ഷേപ്പാക്കും. പിന്നെ അത് പരത്തി ഒന്ന് വലിച്ചിട്ട് വീണ്ടും ഇങ്ങനെ റൗണ്ട് ചെയ്യും. കുറച്ച് ടൈം എടുത്തിന് അതിൻ്റെ വർക്ക്. എത്ര ടൈമെന്ന് ചോദിച്ചാൽ
ഒരു 7 ദിവസം 8 ദിവസത്തിനകം പിടിച്ചിന് ഒറ്റക്കായതുകൊണ്ട്. പിന്നെ അവസാനത്തെ ദിവസം പിന്നെ ചെക്കന്മാരൊക്കെ കൂടി ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ അവസാനം അത് ഒരു ഇലയുടെ മോഡലാക്കി വെച്ചത്. ഇനി കല്ലിൻ്റെ മുകളിൽ നമുക്ക് ആ മരത്തിനെ ഉറപ്പിക്കണം. അപ്പോൾ വേരുകൾ ഇങ്ങനെയാണ് വേരുണ്ടാക്കി. വേറെ എന്താ ഇനി കല്ലിൻ്റെ മുകളിൽ വേരുകൾ ഉറപ്പിക്കണം. അതിന് കല്ലിനോട് പതിപ്പിച്ചിട്ട് സൂപ്പർ ഗ്ലൂ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇറ്റിച്ച് ഒട്ടിച്ച് കൊണ്ടുവരണം. സംഭവം ഒരു മരം ഉണ്ടാക്കി ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയ വർക്ക് കഴിഞ്ഞു. പക്ഷേ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ പുതിയ ഐഡിയ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നും. സമയം എടുത്താലും പ്രശ്നമില്ല, ഒന്ന് സൂപ്പറാവണമെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ തോന്നും. ഇനി കുറച്ചും കൂടി വർക്കുള്ളൂ. ഇത് കഴിഞ്ഞ് അതുപോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മറ്റേ ഇലകളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച്, ആദ്യം ഞാൻ പച്ച കളറാക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ പച്ച ഒരു എന്താ പറയുക എടുത്ത് കാണിക്കില്ല, അപ്പോൾ പിന്നെ വൈറ്റ് ഫുള്ളാക്കിയപ്പോഴാണ് വേറൊരു പണി കിട്ടിയത്. വൈറ്റ് ആക്കിയപ്പോൾ ഇലകളൊക്കെ ഒരു പൂവിൻ്റെ കളറായതുകൊണ്ട് നമ്മളെ അത് കണ്ട് ഇലയായിട്ട് ആർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അതന്നെ മതിയെന്ന് വിചാരിച്ച്. അങ്ങനെ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ നമ്മളിങ്ങനെ വിചാരിച്ച പോലെ തന്നെ സെറ്റായി വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിലും കിട്ടില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോഴോ സാഹസികമായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.